SLC മാത്ത് റിവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2020 മാർച്ച് SLC പരീക്ഷയ്ക്ക് വന്ന രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യം ചെയ്യുന്നത് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. 2020 മാർച്ച് SSLC പരീക്ഷയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Chords AB and CD are intersecting at P. AB equal to 10 cm, PB equal to 4 cm and PD is equal to 3 centimeters. A. What is the length of PA? B. Find the length of PC. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു പിക്ചറും ഉണ്ട്. അപ്പോൾ ഇവിടെയും ഒരു സർക്കിളുണ്ട്. അവിടെ രണ്ട് കോഡുകളുണ്ട്. എ ബിയും സി ഡിയും, രണ്ട് ഞാണുകൾ അല്ലെങ്കിൽ കോഡുകൾ എ ബിയും സി ഡിയും രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി എന്ന് പറയുക. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കുറേ അളവുകൾ. എ ബി ഈക്വൽ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ ഇതാണ്, ഈ ഫുൾ ലെങ്ത് ആണ് 10 സെൻറ്റിമീറ്റർ എന്ന് പറയുക. അപ്പോൾ ഫുൾ ലെങ്ത് 10 സെൻറ്റിമീറ്ററാണ് എ ബി. ഇനി പി ബി ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റേഴ്സ്. പി ബി എന്താണ്? ഇത്രയും ഭാഗം, അത് 4 സെൻറ്റിമീറ്റേഴ്സാണ്. നെക്സ്റ്റ് പി ഡി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റേഴ്സ്. പി ഡി ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ളത് 3 സെൻറ്റിമീറ്റേഴ്സ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു സർക്കിൾ, അതിലെ രണ്ട് കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും കുറച്ച് ഭാഗം തരുന്നു, ബാക്കിയുള്ള ലെങ്തുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ആ രണ്ട് പ്രോഡക്റ്റുകളാണ്. അതായത് ഈ കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നോക്കുക, അവിടുന്ന് രണ്ട് സൈഡിലേക്കുമുള്ള കോഡിൻ്റെ ആ ഭാഗങ്ങളുടെ പ്രോഡക്റ്റ് അത് മറ്റേ കോഡിൻ്റെയും ആ രണ്ട് ഭാഗങ്ങളുടെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. അത് നമുക്ക് എപ്പോഴും മനസ്സിൽ വരേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും ആ പ്രോഡക്റ്റ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് എടുക്കുക, അതിൽ നിന്നും ഓരോ കോഡിൻ്റെയും ആ രണ്ട് ഭാഗത്തേക്കുമുള്ള ലെങ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കുകയാണെങ്കിൽ പിയിൽ നിന്നും എയിലേക്ക്, അപ്പം എ പി, അതിൻ്റെ മറ്റേ ഭാഗം പിയിൽ നിന്ന് ബിയിലേക്ക് ഇൻറ്റു പി ബി. ഇതാണ് എ ബി എന്ന കോഡിൻ്റെ ആ ഭാഗങ്ങൾ. ആ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും ഇത് മറ്റേ ആ ഇൻ്റർസെക്റ്റ് ചെയ്ത കോഡിൻ്റെ രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ എന്താണ്? പി സിയും പി ഡിയും. അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ കാണാതെ പഠിക്കേണ്ടതാണ്. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സർക്കിൾസിനകത്ത് കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ രണ്ട് ഭാഗങ്ങളുടെ പ്രോഡക്റ്റുകൾ തമ്മിൽ ഈക്വൽ ആവുക എന്നുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന അളവുകളൊക്കെ കൊടുക്കുക, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഭാഗം ഇതിൽ നിന്നും നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതേപോലെ നമുക്ക് വേറൊരു ഭാഗം കൂടിയുണ്ട്. അതായത് ചിലപ്പോൾ ഈ കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കില്ല, ഔട്ട്സൈഡ് ദി സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയും വരാം. അത് നമ്മൾ മനസ്സിൽ വരണം. ഇപ്പം എ ബി എന്ന കോഡ്, സി ഡി എന്ന് പറയുന്ന കോഡ്, ഇപ്പോൾ രണ്ടും പാരലൽ അല്ലാത്ത രണ്ട് കോഡുകൾ. അപ്പോൾ നമുക്ക് ഈ സർക്കിളിനകത്ത് അവ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിതിങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ സർക്കിളിൻ്റെ വെളിയിൽ നമുക്ക് എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, പി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോഡക്റ്റ് നമുക്ക് എടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എവിടെ നിന്നാണ് ഓരോ കോഡിൻ്റെയും ഭാഗം എടുക്കേണ്ടത്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അങ്ങനെ പിയിൽ നിന്നും എ, സോ എ പി ഇൻറ്റു, പിന്നെ പിയിൽ നിന്ന് ബിയിലേക്ക് പി ബി, അതായത് പി എ അല്ലെങ്കിൽ എ പി, ഇത് തന്നെ പി എ ഇൻറ്റു പിന്നെ പിയിൽ നിന്ന് ബിയിലേക്ക് ഈസ് ഈക്വൽ ടു അടുത്ത കോഡിൻ്റെയും ഇവിടെ നമുക്ക് ഓരോ ഭാഗം എടുക്കേണ്ടത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് വേണം. അപ്പോൾ പി സി ഇൻറ്റു പി ഡി, പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരണം. ഇപ്പോൾ ഇങ്ങനെ അകത്തായാലും പുറത്തായാലും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കേണ്ടത് എപ്പോഴും ആ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിൽ നിന്ന് വേണം അതിൻ്റെ ഓരോ എൻഡ് പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസ് നമുക്ക് എടുക്കുവാനായിട്ട്. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ വരിക. എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. തന്നിരിക്കുന്ന എടുക്കാം. എ ബിയും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി എ? നമുക്ക് പി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ പാർട്ട് പി എ കണ്ടുപിടിക്കണം. പി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്രയും ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് ഇത് മൊത്തം എ ബി മൊത്തം നമുക്കറിയാം. എ ബി മൊത്തം 10 സെൻറ്റിമീറ്ററാണ്. അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ഭാഗം 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ഭാഗം എന്തായിരിക്കും? ഈ മൊത്തം 10ൽ നിന്നും ഈ 4 കുറച്ചാലും മതി. അപ്പോൾ എത്ര കിട്ടും? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും എ പി എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ആദ്യത്തിൻ്റെ ഭാഗമായി.
സോ പി എ ഇസ് ഈക്വൽ ടു 10 മൈനസ് 4 ഈക്വൽ ടു 6 സെൻറ്റിമീറ്റേഴ്സ്. നമ്മുടെ എ പാർട്ടായി. ഇനി അടുത്തത് നമ്മുടെ ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി സി എന്ന് പറയുമ്പോൾ ഏതാണ്? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് നോക്കുക. പി സി എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ഈ കോഡിൻ്റെ ഈ ഭാഗവും ഈ ഭാഗം നമുക്കറിയാം. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഭാഗം നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് എ പി അറിയാം, പി ബി അറിയാം, പി സി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, പി ഡി നമുക്കറിയാം. അപ്പം അവിടെ അൺനോൺ ആയിട്ടുള്ളത് പി സി മാത്രമേ ഉള്ളൂ. അപ്പം പി സി അവിടെ ബാക്കി നമുക്കിത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പ്രോഡക്റ്റ് നമുക്ക് എടുക്കുക. സോ എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇനി ഇതിനകത്ത് നമുക്ക് വില കൊടുക്കുക. എ പി എന്നാണ് 6 സെൻറ്റിമീറ്റർ, 6 ഇൻറ്റു പി ബി 4 ഇസ് ഈക്വൽ ടു പി സി കണ്ടുപിടിക്കേണ്ടതാണ് പി സി ഇൻറ്റു പി ഡി എത്രയാണ്? 3 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്കിവിടെ പി സി മാത്രമേ ഉള്ളൂ. അപ്പോൾ 3 നമുക്ക് ഇഞ്ഞു കൊണ്ടുവന്നാൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വരുന്നു. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ വരുന്നു. 6 ഇൻറ്റു 4 24/3 ഇസ് ഈക്വൽ ടു പി സി. 24/3 എത്രയാണ്? 8. സോ 8 ഈസ് ഈക്വൽ ടു പി സി. അപ്പോൾ നമ്മുടെ ആൻസറായി. പി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി സി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ എപ്പോഴും ഇതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എപ്പോഴും ഈ ഒരു പ്രോഡക്റ്റുകൾ തമ്മിൽ ഈക്വൽ ആവുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരിക, അത് കൊടുത്തുകൂടെ നമുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസറായി. ഇത് നമ്മുടെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യനാണ്. 10th ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓൾസോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 210 ഡിഗ്രി. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 250 ഡിഗ്രീസ്. എ, വാട്ട് ഈസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി? ബി, ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതാണ് ഫിഗർ എ ബി സി ഡി. ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഒരു ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും അല്ലെങ്കിൽ അനുപൂരകമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി മനസ്സിലേക്ക് വരണം. അതിൻ്റെ 4 മൂലകളിലൂടെയും വെർട്ടിസസിലൂടെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽസിനാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെ ചക്രീയമാണെങ്കിൽ അല്ലെങ്കിൽ സൈക്ലിക് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് എല്ലായ്പ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മുടെ എ പാർട്ട് നോക്കുക. എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും നോക്കുക. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് സൈക്ലിക്കാൻ തന്നിട്ടുണ്ട്. ദെയർഫോർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സംബന്ധമായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. എന്താണ് റീസൺ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമാണ്. അങ്ങനെ ആയതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് നമ്മുടെ അതിൻ്റെ ബി പാർട്ടിലേക്ക് നമുക്ക് പോകാം. ബി പാർട്ടിൽ പറഞ്ഞ എന്താണ്? ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി. അപ്പം എയുടെയും സിയുടെയും മെഷേഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്. അതിന് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നോക്കുക. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ എത്രയാണ്? 210 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ എത്രയാണ്? 250 ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു, ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ അത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഇതും കൂടെ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 210 പ്ലസ് 250. അപ്പോൾ മൊത്തം ആഡ് ചെയ്ത് നമുക്ക്. ഇനി ഇതിനകത്ത് നമുക്കറിയാം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്രയാണ്? നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു എത്രയാണ്? 180 ഡിഗ്രിയാണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 180 എന്ന് കൊടുക്കാം.
പിന്നെ മിച്ചം എന്നാ ഉള്ളത് ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഡി അതെന്തായിരിക്കും 2 ഇൻറ്റു ആംഗിൾ ഡി ആയിരിക്കും 2 ടൈംസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, അപ്പോൾ നമുക്കിത് 2 ഇൻറ്റു ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ് 180. സോ ഈക്വൽ ടു നമുക്ക് ഇത് എത്രയാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇടും 0 6 460. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 180 അപ്പുറത്ത് കൊണ്ടുപോകാം. നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആംഗിൾ ഡി കണ്ടുപിടിക്കാം. സോ ആംഗിൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ മതി, ആംഗിൾ എ കണ്ടുപിടിക്കാം, അതുപോലെ ആംഗിൾ സിയും കണ്ടുപിടിക്കാം. സോ നമുക്ക് ഇവിടെ 2 ഇൻറ്റു ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 460. ഇനി പ്ലസ് 180 ആയിരുന്നു അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 180. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കുറച്ച് എഴുതുക. 460ൽ നിന്ന് 180 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കിട്ടും 0 280. അപ്പോൾ ഇത് 2 ഇൻറ്റു ആംഗിൾ ഡി ആണ്. ദെർഫോർ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 280. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യാൻ വരുന്നു, അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വരുന്നു ബൈ 2. സോ ഈക്വൽ എന്തായിരിക്കും 140. സോ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 140. അപ്പോൾ ആംഗിൾ ഡി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 210 ആണ്. അപ്പോൾ ഡി കിട്ടിക്കഴിഞ്ഞാൽ എ കണ്ടുപിടിക്കാം. 210ൽ നിന്നും ആംഗിൾ ഡി സബ്ട്രാക്ട് ചെയ്താൽ മതി. അതുപോലെ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഈക്വൽ 250 ആണ്. അവിടെ നിന്നും ആംഗിൾ സി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 250ൽ നിന്നും ആംഗിൾ ഡിയുടെ 140 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് എഴുതാം. So angle A is equal to 210 minus angle D എത്രയാണ് 140 is equal to 0 70. angle A is equal to 70 degree. ഇതേപോലെ ആംഗിൾ സി കണ്ടുപിടിക്കുക. സോ ആംഗിൾ സി is equal to 250 minus ആംഗിൾ ഡി 140. അത് ഈക്വൽ ടു എത്രയാണ്, നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. 250ൽ നിന്നും 140 സബ്ട്രാക്ട് ചെയ്യാൻ കിട്ടും 0 എത്ര കിട്ടും 110. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 70, ആംഗിൾ സി ഈക്വൽ ടു 110. ശരിയാണെന്ന് നോക്കി, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്ര കിട്ടണം 180 കിട്ടണം. സോ 70 പ്ലസ് 110 180 ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എത്ര എഴുതിയാൽ നമ്മുടെ മാർക്കായി. അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സൈക്ലിക് എന്ന് കേട്ടാൽ ഉടനെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ അനുപൂരകം, അതിൻ്റെ സമ്മ് 180 എന്നുള്ള കാര്യം മനസ്സിലേക്ക് ഓടി വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഞാനത് വായിക്കാം. Draw a rectangle of length 4 cm and breadth 2 cm. Draw a square having the same area of the rectangle. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. അവിടെയും എന്താണ് പറഞ്ഞിരിക്കുന്നത്, തന്നിരിക്കുന്ന അളവിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം ആ റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാനുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് ചിലപ്പോൾ അതിന് ഈക്വൽ ഏരിയയുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വരാം, അല്ലെങ്കിൽ അതിന് ഈക്വൽ ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ വരാം, അല്ലെങ്കിൽ അതിന് ഈക്വൽ ഏരിയയുള്ള മറ്റേതിപ്പം ചിലപ്പോൾ എന്താണ് ട്രയാങ്കിൾ ആയിരിക്കും തരിക, അതിന് ഈക്വൽ ഏരിയയുള്ള സ്ക്വയർ ഇങ്ങനെയുള്ളതൊക്കെ വരാം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ചെയ്യേണ്ടത് ഈക്വൽ ഏരിയയുള്ള മറ്റൊരു ഫിഗർ വരയ്ക്കാൻ വരുമ്പോൾ നമ്മളിവിടെ എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മൾ നേരത്തെ ഇതിനു മുമ്പുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ആ കോഡിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 ഭാഗങ്ങൾ അതിൻ്റെ പ്രോഡക്റ്റുകൾ തുല്യമാണ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് ഒരു സർക്കിള്, ഈ സർക്കിളിനകത്ത് ഒരു കോഡ്, നമുക്കൊരു നമുക്ക് ഈ ഡയമീറ്റർ ആണെങ്കിൽ, ഇപ്പോൾ ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡയമീറ്ററിന് നമ്മളിവിടെ പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊരു കോഡ് വരയ്ക്കാൻ വിചാരിക്കുക. ഇത് ഡയമീറ്റർ AB എന്ന ഡയമീറ്റർ, പിന്നെ CD എന്ന് പറയുന്ന പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു കോഡ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്
സെൻട്രൽ നിന്നും ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ത് ചെയ്യും, ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും അല്ലേ, രണ്ട് ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം പി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പി സി ഈക്വൽ ടു എന്തായിരിക്കും, പി ഡി ആയിരിക്കും. അതുപോലെ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, രണ്ട് കോഡുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും പ്രോഡക്റ്റ് മറ്റേതിൻ്റെ ഭാഗത്തിൻ്റെ പ്രോഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. എ പി ഇൻറ്റു പി ബി സികൾ പി സി ഇൻറ്റു പി ഡി. ഇവിടെ പി സിയും പി ബിയും ഈക്വലാണ്. കാരണം എന്താണ്, സെൻട്രലിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും പി ഡിക്ക് വരുമ്പോൾ പി സി എന്ന് കൊടുക്കാം. സോ എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി ഈക്വൽ ടു പി സി സ്ക്വയർ. നോക്കുക, അപ്പോൾ പി സിയുടെ സ്ക്വയർ, ഈ പി സിയുടെ സ്ക്വയറിനോട് ഈക്വലാണ് ഇതിന് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഈ എ പിയും പി ബിയും, ഇപ്പോൾ എ പി ലെങ്തും പി ബി ബ്രെഡ്ത്തുമായിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ് സംചാരിക്കുക. അപ്പം ഇത് എ പി 4 സെൻറ്റിമീറ്റർ, പി ബി 2 സെൻറ്റിമീറ്റർ വിചാരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും. അങ്ങനെയാണെങ്കിൽ എന്താണ് 4x2, എ പി ഇൻറ്റു പി ബി 4x2 ആണ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ 4x2 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്, ഇതിൻ്റെ ഏരിയയാണ് 8 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ്. അപ്പോൾ തന്നിരിക്കുന്ന അളവിലുള്ള റെക്റ്റാങ്കിൾ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ആ ലെങ്തും ബ്രെഡ്ത്തും വരത്തക്ക രീതിയിൽ എന്താണ് നമ്മളിവിടെ ഒരു ഡയമീറ്റർ വരയ്ക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 4x2 8 അത് ഏതിനോട് ഈക്വലാണ്, ഈ പി സി സ്ക്വയറിനോട് ഈക്വലാണ്. പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പി സി ഇൻറ്റു പി സി, നമുക്കറിയാം ഒരു സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ 4 വശവും ഈക്വൽ ആയിട്ടുള്ളതാണ്. 4 സൈഡ്സും ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഇത് എ വീതമാണെങ്കിൽ എ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുക, സൈഡ് ഇൻറ്റു സൈഡ്. ഇവിടെയും ഇത് പി സി സ്ക്വയറിനോട്, പി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ പി സി അളവായിക്കൊണ്ട് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയയ്ക്ക് ഈക്വലാണ് പി സി സ്ക്വയർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മളിതൊരു ഈ അളവിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വിചാരിക്കുക. അപ്പോൾ ശരിക്കും എന്താണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, പി സി സ്ക്വയർ ആണ്. എന്നാൽ പി സി സ്ക്വയർ ഏതിനോട് ഈക്വലാണ്, 4x2 ഈക്വലാണ്. സോ ഈക്വൽ ടു 8 ആണ്. ഇപ്പം നോക്കുക, നമ്മുടെ റെക്റ്റാങ്കിൾ ഏരിയയും ഈ സ്ക്വയറിൻ്റെ ഏരിയയും ഈക്വലായി അല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ എന്നാ ചെയ്തത്, ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും വരുന്ന ഒരു കോഡ്, ഇപ്പോൾ നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ ആയിട്ട് എടുക്കണം. കാരണം ഇത് രണ്ടും ഇപ്പുറം ഈക്വലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും. അപ്പോൾ നമുക്കിവിടെയും ഇപ്പോൾ 4ഉം 2ഉം നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഇത് 4ഉം ഇത് 2ഉം ആയിക്കൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാം, നമുക്ക് ഈ ലെങ്തും ബ്രെഡ്ത്തും വരച്ചുകൊണ്ട് ഒരു ഡയമീറ്റർ ആക്കാം. അപ്പോൾ നമുക്ക് ചെയ്തതൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തുമാണ് ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സെൻറ്റർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ സർക്കിൾ വരച്ചിട്ട് ആ 4ഉം 2ഉം എവിടെ നിന്നാണോ നമുക്ക് 4ഉം 2ഉം വരുന്നത് അവിടെ വന്ന് നമുക്ക് എന്ത് വരയ്ക്കുകയാണ്, നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളിലേക്ക് ഒരു ഈ ലെങ്ത് വരച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് വേണ്ട സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുക. ആ സൈഡ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ ആ സ്ക്വയർ കംപ്ലീറ്റ് ആക്കുക. ഇതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ആദ്യം ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 സ്കെയിൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കാം. പിന്നെ അവിടെ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് 2 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് വരയ്ക്കാം. ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ 2 സെൻറ്റിമീറ്റർ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വേണ്ട റെക്റ്റാങ്കിളായി അല്ലേ. നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഈ റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയ ആയുള്ള സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ആയിരിക്കണം നമുക്ക് വേണ്ട ഡയമീറ്റർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നീട്ടുക. ഇതിൻ്റെ ബ്രെഡ്ത്തായിട്ട് വരുന്നത് 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് നീട്ടുക.
ഇനി നമുക്ക് ഇത് ഡയമീറ്റർ ആക്കിയിട്ട് സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് ഡയമീറ്റർ ആയി സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അപ്പം ഈ ലെങ്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, നമ്മുടെ സെൻറ്റർ കണ്ടുപിടിക്കുക. നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കോമ്പസ് എടുക്കുക, നമ്മുടെ ഈ മൂലയിൽ കുത്തുക, നമ്മുടെ ഇവിടം വരെയുള്ളതിൻ്റെ ഏകദേശം പകുതി കൂടുതൽ എടുക്കുക, മോർ ദാൻ ഹാഫ് എടുക്കുക. അപ്പോൾ നമുക്ക് മേളിലും താഴെയും ആർക്കിൽ വരയ്ക്കുക. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിലും കുത്തുക 2 സെൻറ്റിമീറ്ററിൽ. 2 സെൻറ്റിമീറ്റർ കുത്തിക്കൊണ്ട് 2 സൈഡിലും ആർക്കിൽ വരയ്ക്കുക. അപ്പോൾ ഈ അറ്റത്തും വെച്ചുകൊണ്ട് നമുക്ക് മേളിലും താഴെയും ആർക്കുകൾ വരയ്ക്കുക കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട്. ഇനി സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൂട്ടിമുട്ടി ഇതാണ് സെൻറ്ററായിട്ട് വരിക. ഇത് നമ്മുടെ കോമ്പസ് എടുത്തുകൊണ്ട് നമ്മളിവിടെ കുത്തുക, ഇവിടം വരെയുള്ള ഇത് നമുക്ക് റേഡിയസ് ആയിട്ട് എടുക്കുക. ഇവിടെ നിന്ന് നമ്മളെന്ത് വരയ്ക്കുക, നമ്മുടെ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കാൻ നമുക്ക് താഴോട്ട് വരയ്ക്കണമെന്നില്ല, ഇനി വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. നമുക്കിവിടെ സെമി സർക്കിൾ കിട്ടിയാൽ മതി, സെമി സർക്കിൾ. അപ്പോൾ നമ്മുടെ സെമി സർക്കിൾ കിട്ടി. അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ 4 and 2 ഇവിടെ നിന്നാണ് അങ്ങോട്ട് എടുക്കുന്നത്, വേർതിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും നേരെ എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലറായിട്ട് സർക്കിളിലേക്ക് നമുക്ക് ആ വര ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, നമ്മുടെ സ്ക്വയറിൻ്റെ സൈഡായിരിക്കും. അപ്പോൾ നമുക്കിത് പെർപെൻഡിക്കുലർ ലൈനുണ്ട്. അപ്പോൾ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് നീട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സ്ക്വയറിൻ്റെ സൈഡ് വരിക. നമ്മളിത് ഈ സൈഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യുകയാണ്, കംപ്ലീറ്റ് ആ സ്ക്വയർ കംപ്ലീറ്റ് ആക്കുക. അതിനെന്താ ചെയ്യേണ്ടത്, ഈ സൈഡ് അങ്ങ് നീട്ടുക. നമ്മുടെ കോമ്പസിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടുന്ന് ഒരു ആർക്കിടുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അകലമെടുക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അകലമെടുക്കുക. അങ്ങനെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന് ഈക്വൽ ഏരിയ ആയുള്ള സ്ക്വയർ വരയ്ക്കുന്നത്. അപ്പോൾ സ്ക്വയർ ആണ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർത്തിരിക്കുക, ഡയമീറ്റർ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തത് നമുക്ക് വരുന്നത് 28ാമത്തെ ക്വസ്റ്റ്യനാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കാം. In the figure, O is the center of the large circle. Center of the small circle is C. OP is a tangent to the small circle. BOQ is equal to 50 degree. EA, angle OAQ is equal to 50 by angle OAQ equal to dash. Angle B, angle OCP equal to dash. C, angle APO equal to dash. D, angle POQ is equal to dash. ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ടാൻജൻ്റ് ഇടയ്ക്ക് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കുന്നുണ്ട്. ആ ചാപ്റ്ററും ടാൻജൻസ് ഉള്ളതും പിന്നെ നമ്മുടെ ഈ സർക്കിൾസ് ഉള്ളതും കമ്പൈൻഡ് ആയിട്ടാണ് മിക്ക ക്വസ്റ്റ്യൻസും വരിക. നമ്മുടെ ക്വസ്റ്റ്യൻ വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. അത് ടാൻജൻസിൻ്റെ ചാപ്റ്റർ ആകുമ്പോൾ അതും കൂടി കമ്പൈൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് നമ്മുടെ ഫിഗർ. ഇതിനകത്ത് എന്താണ്, വലിയൊരു സർക്കിളുണ്ട്, അതിനകത്തൊരു ചെറിയ സർക്കിളുമുണ്ട്. വലിയ സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്, ചെറിയ സർക്കിളിൻ്റെ സെൻറ്റർ C ആണ്. ഇനി നമുക്കിവിടെ ഈ ഒരു ആംഗിൾ തന്നിരിക്കുകയാണ് 50 ഡിഗ്രി. ആംഗിൾ BOQ എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതൊക്കെയാണ്, ആംഗിൾ OAQ കണ്ടുപിടിക്കുക, ആംഗിൾ OCP, ആംഗിൾ APO, ആംഗിൾ POQ. ഇത്രയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കിങ്ങനെയുള്ള സർക്കിൾ അതിനകത്തുള്ള ആംഗിൾസൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടതാണ് സെൻട്രൽ ആംഗിൾ, അതുപോലെ അതിൻ്റെ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിളുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിന് ഓപ്പോസിറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ അളവെന്ന് പറയുക. അതുപോലെ തിരിച്ചും സെൻട്രൽ ആംഗിളാണ് വലുത് വരിക, ഓർത്തിരിക്കുക. ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും. അത് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരണം. അപ്പോൾ നമുക്കിവിടെ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ആംഗിൾ OAQ കണ്ടുപിടിക്കുക. അപ്പോൾ OAQ ഏതാണെന്ന് നോക്കുക. അപ്പോൾ O എവിടെയാണ്, ഇതാണ് OAQ. അപ്പോൾ നമ്മുടെ ഏത് ആംഗിളാണ് വരിക, നമ്മുടെ ഈ 2 ലൈൻ ഇടയ്ക്കുള്ള ആംഗിൾ OAQ. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ ഈ ആംഗിളും എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ആംഗിളുമായിട്ടാണ് നമുക്ക് ബന്ധിപ്പിക്കേണ്ടത്. നമുക്ക് ഈ ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ O എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ സെൻറ്ററാണ്.
അപ്പോൾ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഈ ആംഗിൾ എന്താണ്? സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർക്കുമായിട്ട് ബന്ധിപ്പിക്കണം. ഏത് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്? BQ എന്ന് പറയുന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നോക്കുക ആ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് നോക്കുക. ഓപ്പോസിറ്റ് ആർക്ക് ഏതാണ്? തിരിച്ച് ഈ ഭാഗം മിച്ചമുള്ള ഭാഗമാണ്. BQ എന്ന് പറയുന്ന ഈ ഭാഗമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക്. ഇനി ഈ ഓപ്പോസിറ്റ് ആർക്കിൽ എവിടെയെങ്കിലും ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുക. അതിന് ചെയ്യേണ്ടതാണ് ബിയും ക്യൂവുമാണ് എൻഡ് പോയിൻറ്റ്സ്. ആ പോയിന്റിൽ നിന്നും ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഓപ്പോസിറ്റ് ആർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അവിടുന്ന് ലൈൻ വരച്ചിട്ടുണ്ടോ നോക്കുക. നോക്കുക, ക്യൂവിൽ നിന്ന് ഇങ്ങനെ വന്നാൽ എയിലേക്കുമുണ്ട്, ബിയിൽ നിന്ന് നേരെ എയിലേക്കുമുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് ആർക്കിലെ ഒരു പോയിൻ്റാണ്. ബിയും ക്യൂവും ആ എൻ പോയിൻറ്റ്സുമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ എ എന്ന് പറയുന്ന ആംഗിൾ BAQ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ഈ സെൻട്രൽ ആംഗിളിൻ്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. കാരണം ഈ ആർക്കിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് 50 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 50യുടെ പകുതി 25 ഡിഗ്രി ആയി. അപ്പോൾ നോക്കാം, നമുക്ക് ആംഗിൾ OAQ എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയുടെ ഹാഫാണ്. സോ ഈക്വൽ ടു 25 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആൻസർ കിട്ടി. അടുത്ത നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവുക. ബി എന്നാണ് ആംഗിൾ OCP. ഇപ്പോൾ ഇവിടെ സിയിൽ നിന്നും പിയിലേക്ക് നമുക്കൊരു ലൈൻ വരയ്ക്കാം. OCP എന്ന് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ നോക്കുക, സി എന്ന് പറയുന്നത് എന്താണ്? ചെറിയ സർക്കിളിൻ്റെ സ്മോൾ സർക്കിളിൻ്റെ സെൻറ്ററാണ് സി എന്ന് പറയുക. അതുപോലെ പിയും അതുപോലെ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് എടുക്കുകയാണ്. നമുക്ക് ഈ സ്മോൾ സർക്കിളിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് M ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ MCP എന്ന് പറയുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? ഈ സ്മോൾ സർക്കിളിലെ ഒരു സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ആർക്ക് MP എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് നോക്കുക. ഇത് ഇപ്പുറത്തേക്കുള്ള ഭാഗം MAP എന്ന് പറയുന്ന ഈ ആർക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക്. ആ ഓപ്പോസിറ്റ് ആർക്കിൽ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിളാണ് ഈ A എന്ന് പറയുന്ന ഈ ആംഗിൾ അല്ലേ. അപ്പം നോക്കുക, MAP എന്ന് പറയുന്ന ആംഗിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിളും ഈ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിൻ്റെ ഡബിളാണ് ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത് വരിക. അപ്പോൾ ഇത് 25 ആകുമ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എത്ര വരും? 25ൻ്റെ ഡബിൾ. അപ്പോൾ അത് എത്ര വരും? 50 ഡിഗ്രി ആയി. അപ്പോൾ നമ്മുടെ ആംഗിൾ OCP എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? 25ൻ്റെ 2 ടൈംസ്. സോ 2 × 25 is equal to 50 ഡിഗ്രി. നമുക്ക് അടുത്ത സിയിലേക്ക് പോകാം. ആംഗിൾ APO എന്ന് പറയുമ്പോൾ നോക്കാം APO എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ആംഗിളാണ് നമുക്ക് വേണ്ടത്, APO. ഇനി അവിടെയും നോക്കുക, ഇത് ഈ OP എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ടാൻജൻ്റാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾ വരച്ച അടുത്ത പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ ടാൻജൻറ്റിനെ കുറിച്ച്. ഇപ്പോൾ ടാൻജൻ്റ് എന്ന് പറയുമ്പോൾ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു വരയാണ് ടാൻജൻ്റ് എന്ന് പറയുക. ഇനി ആ ടാൻജൻറ്റും അവിടെയുള്ള ആ റേഡിയസുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായിരിക്കും? അത് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ PC എന്ന് പറയുന്ന റേഡിയസ് ആണ് പിയിലൂടെയുള്ള. ഇനി പിയിലൂടെയുള്ള ടാൻജൻ്റാണ് OP. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിൾ അപ്പോൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പം ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ആംഗിളൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ആംഗിൾ കിട്ടും. ഇപ്പം 90യുടെ കൂടെ ഈ ആംഗിളൂടെ ആഡ് ചെയ്യുന്നതാണ് APO എന്ന് പറയുന്നത്. അപ്പം 90 പ്ലസ് നമുക്ക് ഈ ചെറിയ ആംഗിളൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ചെറിയ ആംഗിൾ ആഡ് ചെയ്യാനായിട്ട് നോക്കി നമുക്ക് ഈ ട്രയാങ്കിൾ ACP എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ നോക്കി, ACയും PCയും എന്താണ്? റേഡിയസുകളാണ്. സ്മോൾ സർക്കിൾ റേഡിയസാണ് ACയും PCയും. അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാവും? ഒരു ഐസോസലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമാവും, രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ സമപാർശ്വ ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഐസോസലസ് ട്രയാങ്കിൾ പ്രത്യേകം എന്താണ്? ആ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ACക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത്, PCക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇത്. അപ്പം ഇതും എന്തായിരിക്കും? 25 ഡിഗ്രി വീതം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സ്മോൾ ആംഗിൾ എന്തായിരിക്കും? 25 ആയിരിക്കും. ഇത് 90 ആയിരിക്കും. സോ 25ഉം ഈ 90യും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആംഗിൾ APO എന്ന് പറയുക. സോ 90 + 25. വാട്ട് ഈസ് 90 + 25? 115 ഡിഗ്രി ആയി. അപ്പോൾ നമുക്ക് ആംഗിളായി APO ആയി 150 എന്ന് പറയുമ്പോൾ മൊത്തം ആംഗിൾ.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡീപ്പായിട്ടെന്നാണ് ആംഗിൾ പി ഒ ക്യു ആണ്. പി ഒ ക്യു എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പല രീതികളുണ്ട്. അപ്പോൾ അത് നമുക്കൊരു രീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് മൊത്തം ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഈ ആംഗിൾ നമുക്കറിയാം. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ അറിയാമെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 180യിൽ നിന്ന് കുറച്ച് കഴിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടാൻ എന്ത് വഴിയുണ്ടെന്ന് നോക്കി. എ ഒ പി എന്ന് ശരിക്കും എന്താണ്? ഒരു ട്രയാങ്കിളാണ്. AOP ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൻ്റെ എ എന്ന ഒരു ആംഗിൾ അറിയാം. ഈ മൊത്തം ആംഗിൾ ഒരു ആംഗിൾ നമുക്ക് അത് എത്രയാണ്? 115 ആണ്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 180യിൽ നിന്നും ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. ഈ ഇങ്ങോട്ടേക്കുള്ള ഈ ചെറിയ ആംഗിൾ എന്ന് പറയുമ്പോൾ AOP. ഇപ്പോൾ നമുക്ക് ആംഗിൾ AOP ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. AOP സീക്വൽ എന്താണ്? 180യിൽ നിന്നും മറ്റേ രണ്ട് ആംഗിൾസിൻ്റെ സമ്മാണ്. മറ്റേ രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? 25ഉം 115ഉം. സോ ഈക്വൽ ടു 180 മൈനസ് ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 25 പ്ലസ് 115. സോ എത്ര കിട്ടും? 140. സോ 180 മൈനസ് 140 ഇസ് ഈക്വൽ എത്രയാണ്? 40 ഡിഗ്രി. അപ്പം ആംഗിൾ AOP എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. അങ്ങനെയാകുമ്പോൾ ബാക്കി തന്നെ പിടിക്കാമല്ലേ? അപ്പം ചെയ്താൽ മതി. മൊത്തം 180യിൽ നിന്നും ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ POQ ഇസ് ഈക്വൽ ടു 180 താഴെ എഴുതാം. സോ POQ ഇസ് ഈക്വൽ ടു 180 മൈനസ് ഇപ്പോഴത്തെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തത്. സോ 50 പ്ലസ് 40. സോ ഈക്വൽ ടു 180 മൈനസ് 50 പ്ലസ് 40 എത്രയാണ്? 90. സോ ഈക്വൽ ടു 90. ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴും നമുക്ക് സെൻട്രൽ ആംഗിളും അതിൻ്റെ തൊട്ട് പുറകെ വരുന്ന എന്താണ് ആ ഓപ്പോസിറ്റ് ആർക്ക് വരുന്ന ആംഗിളുമായുള്ള ബന്ധം എപ്പോഴും നമുക്ക് ഓർത്തിരിക്കുക. ഇതിൻ്റെ പകുതി ഹാഫ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ 2020 മാർച്ചിൽ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. ആകെ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിக்கலாம் വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് 2019 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.